ഭാഗ്യം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെയാണ് തുണയ്ക്കുക എന്നുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത വലിയ വഴിത്തിരിവുകളിലേക്ക് ബ്രേക്ക് ത്രൂസ് നിങ്ങളെ നയിക്കും. ചെകുത്താന്റെ പണിപ്പുരയായിട്ടും ഒതുങ്ങിയിരിക്കുന്ന ലേസിനെസ് ഉള്ളവരെ അല്ല ഭാഗ്യം തുണയ്ക്കുന്നത്. ഇതിലൂടെ നിങ്ങൾ ശരിയായ ആളുകളെ കണ്ടുമുട്ടും, നിങ്ങൾക്ക് വേണ്ടവരെ കണ്ടു. അവിടെയാണ് നിങ്ങൾ മാഗ്നറ്റ് ആവുന്നത്. മനസ്സ് ഉന്നതമായിട്ടുള്ള ഒരു നിൽക്കുമ്പോൾ, ഒരു ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക്, ശാന്തവും ഉന്നതമായ തലത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും മികച്ചതായിരിക്കും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് കർമ്മഫലം. മോർ സ്റ്റോറീസിൻ്റെ വീഡിയോ ബോക്സിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമ്മളോടൊപ്പം റോബിൻജിയാണുള്ളത്. റോബിൻജി ഇന്ന് കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററിയുടെ അപ്പുറത്തേക്ക് ഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭാഗ്യം എങ്ങനെ കമ്മ്യൂണിക്കേഷനിലൂടെ എത്താം എന്നതിനെക്കുറിച്ച്. റോബിൻജി, നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യത്തെ വിളിച്ചു വരുത്താൻ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ? അതെങ്ങനെയാണ് ഭാഗ്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്നത്? കമ്മ്യൂണിക്കേഷനിലൂടെ പറ്റുമോ? ഒരു പരിധിവരെ മറ്റോ ഒട്ടനവധി ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഭാഗ്യത്തെ നമ്മൾ ഇതുവരെയും നോക്കി കണ്ട രീതിയിൽ കാണരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. ഭാഗ്യം എന്നത് പലർക്കും അപ്രതീക്ഷിതമായി ആകാശത്തുനിന്ന് വീണ് കിട്ടുന്ന ഒരു അത്ഭുത വിജയമായിട്ടാണ് പലരും കാണുന്നത്. ഇങ്ങനെ കൈകൊണ്ട് അടിച്ചാൽ ഒരു കാക്കയെ വിളിക്കുന്ന പോലെ, ഒരു ബലിതർപ്പണം നടത്തുന്ന സമയത്ത് ഒരു പക്ഷിയെ വിളിക്കുന്ന പോലെ ഇങ്ങനെ പറന്നു വരുന്ന ഒന്നല്ല ഭാഗ്യം. അപ്പൊ അത് യാഥാർത്ഥ്യത്തിൽ ഭാഗ്യം എന്നത് വെറുതെ വരുന്ന വെറും ഒരു യാദൃശികതയല്ല. യാദൃശികമായി ഭാഗ്യം വന്നു കയറി എന്നാണ് നമ്മൾ പറയുക, അങ്ങനെയാണ് പറയാറ്. അപ്പൊ അതിന് കൃത്യമായ തയ്യാറെടുപ്പ്, പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. ശരിയായ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട്. അതിന് പെയിൻ വേണം. അതൊക്കെ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു അസുലഭ നിമിഷത്തിലാണ് ഭാഗ്യം സംഭവിക്കുന്നത്. ഇതിനൊരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. ഈ പ്രിപ്പറേഷനും ഈ പറയുന്ന ഈ ഓപ്പർച്യൂണിറ്റിയും അവസരവും എല്ലാം കൂടെ, കാത്തിരിപ്പും എല്ലാം കൂടെ വന്നു ചേരുന്ന റിസൾട്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. ആ ഒരു അസുലഭ സമയത്താണ് ഇത് വരുന്നത്, ഈ ഭാഗ്യം വന്നു ചേരുന്നത്. അപ്പം ഈ സെനക്ക എന്ന് പറയുന്നത് ആരാന്ന് വെച്ചാൽ ലോക പ്രശസ്തനായിട്ടുള്ള റോമൻ തത്വചിന്തകനാണ്. അപ്പം സെനക്കയുടെ ഈ കാര്യത്തിനെ കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു സംഗതിയാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ ലക്ക് അട്രാക്ട് ചെയ്യുന്നത് ക്ലാരിറ്റിയും ആക്ഷനും ഡിസിപ്ലിനും അതുപോലെ റിലേഷൻഷിപ്പും ഒത്തുചേരുമ്പോഴാണ് ലക്കിനെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. ഈ ലക്ക് അട്രാക്ട് ചെയ്യുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ, ലക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ ക്ലാരിറ്റി, ആക്ഷൻ വേണം, ഡിസിപ്ലിൻ വേണം, അതുപോലെ തന്നെ റിലേഷൻഷിപ്പും വേണം, വ്യക്തിബന്ധങ്ങളും. ഈ 4 കാര്യങ്ങളും കൂടെ ഒത്തുചേർന്നാൽ മാത്രമേ ഉള്ളൂ. പറഞ്ഞത് സെനക്കയാണ്, വിശ്വപ്രസിദ്ധനായ പ്രഭാഷകൻ, റോമൻ തത്വചിന്തകൻ. അപ്പൊ ജീവിതത്തിലേക്ക് ഭാഗ്യത്തെ വിളിച്ചു വരുത്തുക എന്നത് മന്ത്രവാദമോ മാജിക്കൊന്നും അല്ല. അങ്ങനെ അതിനെ കാണരുത്. ഭാഗ്യം വരത്തില്ല. മന്ത്രം ചെയ്താൽ ഭാഗ്യം വരുന്നതാണ് വിശ്വസിക്കുന്നത്. അത് മന്ത്രവാദവും ഭാഗ്യമൊന്നുമല്ല. ഇതിന് പിന്നിലൊരു സയൻസ് ഉണ്ട്. മറിച്ച് നമ്മുടെ പ്രത്യേക മനോഭാവങ്ങൾ, ശീലങ്ങൾ, സെനക്ക പറഞ്ഞതുപോലെ ശീലങ്ങൾ, ചിന്താരീതി ഒക്കെ നമ്മളിലേക്ക് വലിയ അവസരങ്ങളെ ഒരു കാന്തം പോലെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നടക്കുന്നത്. അപ്പൊ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ നമുക്ക് ചില പ്രായോഗിക മാർഗങ്ങൾ നോക്കാം. ഒരു 12 പ്രായോഗിക മാർഗങ്ങൾ. അതാണല്ലോ വേണ്ടത്. അതെ, അതാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ വ്യക്തിത്വത്തിലും ദിനചര്യത്തിലും വരുത്താവുന്ന ഇത്തരം മാറ്റങ്ങൾ ഒരു ലക്ക് മാഗ്നറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ മാറാൻ പറ്റുന്നതാണ്. ലക്ക് മാഗ്നറ്റ് എന്ന ഒരു ഭാഗ്യകാന്തമായിട്ട് അങ്ങനെ മാറാൻ പറ്റണം. നമ്മള് സിംബോളിക്കായിട്ട് ഇത് പറയുന്നത്. നമ്മളൊരു മാഗ്നറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെ ഒരു മാഗ്നറ്റ് ആണല്ലോ. അപ്പൊ ധനാകർഷണ യന്ത്രം അതിന് പിന്നിലൊരു സംഗതിയുണ്ട്. ധനാകർഷണ യന്ത്രം എന്ന് പറഞ്ഞപ്പോ വിൽക്കുന്ന ആ സാധനത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ പിന്നിൽ സംഭവിക്കുന്ന ഒരു സയൻസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു ധനാകർഷണ യന്ത്രമായി മാറാം. എക്സാക്ട്ലി. നിങ്ങൾ തന്നെ ഒരു ധനാകർഷണ യന്ത്രമാണ്. ഇത് കയ്യിൽ ധരിക്കുമ്പോൾ, യന്ത്രം കയ്യിൽ ധരിക്കില്ല, ആരെയും ധരിക്കുമ്പോൾ നമ്മൾ സ്വയം മാറുന്നതാണ്. എവിടെയാണ് വിശ്വാസമാണ് രൂപപ്പെടുന്നത്. അവിടെയാണ് ഇതിന്റെ സംഗതി. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം, വിശ്വസിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം. നമ്മളെ വിശ്വാസമല്ല. അതുകൊണ്ടാണല്ലോ സാധാരണ മനുഷ്യരൊക്കെ ഈ ആരാധന സമ്പ്രദായങ്ങളൊക്കെ പെടുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ അത് തെറ്റല്ല. അതല്ലാത്ത വലിയ ഹയർ ലെവലുള്ള ആളുകളൊന്നും ഇത്തരം സംഗതികളൊന്നും പുറകെ പോവില്ല. അവർ സ്വയം ഈശ്വരന്മാരായിട്ട് കരുതുന്നു. അവരുടെ ഈശ്വരത്വം അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ ഒരു ദിനചര്യ മാറ്റങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കാവുന്ന പ്രായോഗിക മാർഗങ്ങൾ നോക്കാം. ഒന്ന്, വ്യക്തമായ ലക്ഷ്യം ഉണ്ടാക്കുന്നുണ്ടാക്കുക. ക്ലാരിറ്റി ഓഫ് ഗോൾസ്. അത് നേരത്തെ സെനക്ക പറഞ്ഞ പോലെയാണ് ഈ ക്ലാരിറ്റി, കൃത്യമായ ദിശാബോധം. ലക്ഷ്യം വെക്കുന്നില്ല, അതില്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ വലിയ അവസരങ്ങൾ മുന്നിൽ വന്നു നിന്നാലും അത് കാണാതെ പോകും.
ലോട്ടറി അടിക്കണ കർത്താവേ, ലോട്ടറി അടിക്കണ കർത്താവേ, ലോട്ടറി അടിക്കണ കർത്താവേ എന്ന് പറഞ്ഞിട്ട് കുരിശുരൂപത്തിന്റെ മുന്നിലുമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ തോമയോട് പറഞ്ഞത്ര കർത്താവ്, എടാ പൊന്ന് തോമ, നീ പോയിട്ട് ആദ്യം പോയിട്ട് ലോട്ടറി എടുക്കണം, എന്നാലല്ലേ എനിക്ക് അടുപ്പിക്കാൻ പറ്റുള്ളത്. ആക്ഷൻ വേണം, ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ മനഃശാസ്ത്രപരമായി ഇതിനെ സെലക്റ്റീവ് അറ്റൻഷൻ എന്നാ പറയുക. ഈ ക്ലാരിറ്റിക്ക് സെലക്റ്റീവ് അറ്റൻഷൻ, വേണ്ടത് എടുത്തിട്ടുള്ള അറ്റൻഷൻ ഉണ്ടാക്കാം. നമുക്ക് വേണ്ടത് മാത്രം, വേണ്ടാത്തതല്ല, വേണ്ടാത്തതിനൊക്കെ മാറ്റി നിർത്തിയിട്ട്. അപ്പം ഇതിന് ലക്ഷ്യം വ്യക്തമായ പിന്നെ എന്താണ് അവിടെ പ്രോസസ്സ് നടക്കുന്നത്? നമ്മുടെ മസ്തിഷ്കം ലക്ഷ്യത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങളെ മാത്രം ചുറ്റുമുള്ള ലോകത്തിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങും. ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, മസ്തിഷ്കത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ RAS മുഖേന, റെക്ടിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം മുഖേന ഇത് പുറത്തേക്ക് തെരച്ചിൽ ആരംഭിക്കും. നമുക്ക് വേണ്ടത് ഇതിലൂടെ നിങ്ങൾ ശരിയായ ആളുകളെ കണ്ടുമുട്ടും, നിങ്ങൾക്ക് വേണ്ടവരെ കണ്ടു. അവിടെയാണ് നിങ്ങൾ മാഗ്നറ്റ് ആവുന്നത്. ശരിയായ അവസരങ്ങൾ വേഗത്തിൽ ശ്രദ്ധയപ്പെടും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മാത്രം ശ്രദ്ധയപ്പെടും. ഇപ്പൊ നമ്മൾ ചുവന്ന കാറ് വാങ്ങാൻ വേണ്ടി ആലോചിച്ചപ്പോൾ ചുവന്ന കാറ് എന്നെ കാണുന്നു എന്ന് പറഞ്ഞില്ല. ഇപ്പൊ നമ്മുടെ സുഹൃത്ത് ഗോവിന്ദൻകുട്ടി എവിടെ പോയിരിക്കുമ്പോൾ, ഒരു സ്ഥലത്തിരിക്കുമ്പോൾ കാണാൻ ഞങ്ങള് കാമറി വാങ്ങാൻ വണ്ടിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ബാക്ക് ടു ബാക്ക് ക്യാമറയാണ് റോട്ടിൽ കൂടെ പോകുന്നത്. ഇത്രയും ക്യാമറ എവിടുന്ന് വരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ശ്രദ്ധയിൽ അതാണ് ശ്രദ്ധയപ്പെടുന്നത്. അപ്പൊ ലക്ഷ്യബോധം മനസ്സിനെ എപ്പോഴും ഫോക്കസ്ഡ് ആക്കി നിർത്തും. മനസ്സിനെ എപ്പോഴും ഇത് ഫോക്കസ്ഡ് ആയിട്ട് നിർത്തും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? നേരത്തെ എഴുന്നേൽക്കുകയും ഡിസിപ്ലിൻ റൂട്ടീൻ ഉണ്ടാക്കുകയും ചെയ്യുക. ഭാഗ്യത്തെ അട്രാക്ട് ചെയ്യാനുള്ള മറ്റൊരു മാർഗം നേരത്തെ ഏർലി ബേർഡ്സ് ആവുക. ഇപ്പൊ ഞാനൊക്കെ 4 മണിക്ക് എണീക്കുന്ന 4am ആണ്, സജീവമാണ്. ഇനി 4am ക്ലബ് ഒരു റീലോഞ്ചിന് വേണ്ടിയിട്ട് ഇപ്പം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ചുകൂടെ വലുതായിട്ട്. പക്ഷെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ അത് വലിയ വളർച്ചയ്ക്ക് കാരണമാണ്. 16,000 മെമ്പർമാർ 26 രാജ്യങ്ങളിൽ. അതിപ്പോ അത് ഇനാക്റ്റീവായിട്ട് നിൽക്കുകയാണ്. അത് വീണ്ടും ആക്റ്റീവ് ആയിക്കൊണ്ട് ഇനി അതിനെ വിപുലീകരിച്ച് കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. യോഗയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ നേരത്തെ എഴുന്നേൽക്കുക. ഇപ്പൊ ഞാൻ 5 വർഷമായി 4 മണിക്ക് ഉണരുന്നു, അറിയാതെ ഉണർന്നു പോകും. എനിക്ക് ഒരു ദിവസം 7 മണിക്ക് ഉണർന്നിരുന്ന എനിക്ക് 3 മണിക്കൂറാണ് അധികം. ഈ 3 മണിക്കൂറാണ് അധികം എന്ന് പറഞ്ഞാൽ 4 12 120 പിന്നെ ദിവസം 120 മണിക്കൂറാണ്. ഇതിനിടയിൽ ഈ 4am ക്ലബും ഈ അട്ടപ്പാടിയിൽ ഉയരുന്ന തിരുമല ഗാർഡനുമായിട്ട് കണക്ട് ഉണ്ടോ? അതൊരു ഡ്രീം പ്രോജക്റ്റ് ആണ്. അതിനെ കുറിച്ച് ഒരു പ്രത്യേക എപ്പിസോഡ് തീർച്ചയായിട്ടും മറ്റൊരിക്കലും അത് പറയാം. അതെ, അങ്ങനെ ചില ലക്ഷ്യങ്ങളുണ്ട്. അതെ, അത് ഗോൾ ഞാൻ പറയുന്നത്. ഇപ്പൊ ആരെങ്കിലും പറയല്ലേ, ഇപ്പം റോബിൻജി ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അയാളൊരു ഭാഗ്യം, അയാൾ അത് ഇങ്ങനെ ഒരു വലിയ നേട്ടം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് ഭാഗ്യം എന്ന് പറയുന്ന ഈ കൺവെൻഷണൽ ഭാഗ്യമല്ല, അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആ ക്ലാരിറ്റി ശരിയായി വരുമ്പോൾ അത് ഭാഗ്യമാണെന്ന് ആൾക്കാർ പറയും. അപ്പൊ അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ അപ്പൊ പറയേണ്ടി വരും. നമുക്ക് ക്ലാരിറ്റി ഉള്ള ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ചിന്ത അതിന്റെ പുറകിലുണ്ടായിരുന്നു. രാവിലെ ദ പവർ ഓഫ് ഡിസിപ്ലിൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്ത് വലിയ വിജയങ്ങളൊക്കെ ഉണ്ടാക്കിയ എല്ലാ ആളുകളുടെയും ജീവിതം പരിശോധിച്ചാൽ ഒരു കാര്യം ഉണ്ടാവും, അവർക്ക് പ്രഭാത ദിനചര്യ ഉള്ളതായിട്ട് കാണാം. എന്റെ റോൾ മോഡൽ ആയിട്ടുള്ള ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രഭാതത്തിൽ ഏർലി ബേർഡ് 4 മണിക്ക് ഉണരുന്നതിനേക്കാൾ വലിയ ഒരു ചിട്ട, ഒരു ദിനചര്യ ഒരാൾ സക്സസ്ഫുൾ ആകും വേറെ ഇല്ല എന്ന് അദ്ദേഹം പറയാറുണ്ട്. ഞാൻ എന്നെ അതിനൊരു കാരണമായത് 5am ക്ലബ്ബാണ്. റോബിൻ ശർമ്മ, മറ്റൊരു റോബിൻ, അങ്ങനെയാണ് ഉണ്ടായത്. ഞാൻ ഇതിനെ കട്ട് ചെയ്തുകൊണ്ട് പറയാണ്, റോബൻ പക്ഷേ രാവിലെ എണീക്കാറില്ല. വളരെ വളരെ പ്രത്യേക കേസാണ്. അത് നമുക്ക് അതിനെ മറ്റൊരു രീതിയിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഡിസിപ്ലിൻ നമുക്ക് നൽകുന്ന മാറ്റങ്ങൾ എന്താ? ഏർലി ബേർഡ്സ് ആയാലുള്ള പുലർച്ചെ ശാന്തമായ അന്തരീക്ഷം മനസ്സിന് കടുത്ത ശാന്തത, വ്യക്തത നൽകും. ഈ ശരീരത്തിലെയും മനസ്സിലെയും ഊർജം വർദ്ധിപ്പിക്കും. ലക്ഷ്യങ്ങളിലേക്ക് സ്ഥിരതയോടുള്ള പ്രവർത്തനം നടത്താൻ പറ്റും. പിന്നെന്താണ്, 4am ക്ലബ്ബ് പോലുള്ള, ഇപ്പൊ നമ്മുടെ ക്ലബ്ബ് പോലുള്ള അച്ചടക്കമുള്ള കൂട്ടായ്മകളും ജീവിതശൈലികളൊക്കെ ഭാഗ്യത്തെ ആകർഷിക്കുന്നതിന് വലിയൊരു പങ്ക് വഹിക്കും. ഈ സമയത്ത് മറ്റു കക്ഷികളൊക്കെ ഈ ബാഡ് സാധനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ല, അവരെല്ലാ ചേട്ടന്മാരും മുഴുവൻ ഉറങ്ങുമായിരിക്കും. ആ സമയത്ത് ഇവിടെ നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള മുഴുവൻ മനുഷ്യന്മാരും ലോകത്തുള്ള വരുമ്പോൾ അവേക്കനിങ് വേൾഡ് ടുഗദർ, ഈ ടുഗദർനെസ് ഉണ്ടാവും. ഒരുമിച്ച് ഉണരുന്നവരുടെ കൂട്ടായ്മ ലോകം എന്ന് പറയും. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? ഭാഗ്യം ക്ഷണിച്ചു വരുത്താനുള്ള പോസിറ്റീവ് ആളുകളോടൊപ്പം നടക്കുക. ആ ക്യൂറേറ്റ് യുവർ സർക്കിൾ എന്നാ പറയുന്നത്. നമ്മൾ ആരുമായാണോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, ആ സർക്കിളാണ് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്. ആ സർക്കിളാണ്. അപ്പം വിഷനുള്ള ആളുകൾ, ഉയർന്ന ചിന്താഗതിയുള്ള ആളുകൾ, എപ്പോഴും പുതിയ തരത്തിലുള്ള ഐഡിയാസ് കൊണ്ടു നടക്കുന്ന ആളുകൾ, അത് പങ്കുവെക്കുന്ന ആളുകൾ, അത്തരം അങ്ങനെയുള്ള അവസരങ്ങളിലേക്ക് നമ്മളെ പരിചയപ്പെടുത്തുന്ന ആളുകൾ, ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കും.
പിന്നെ നേരെ മറിച്ച് എപ്പോഴും കുറ്റം പറയും ടോക്സിക് സർക്കിളുകൾ നമ്മുടെ ഊർജം ചോർത്തിക്കളയും, ഭാഗ്യത്തിന്റെ വാതിൽ അടച്ചു കളയും അവർ. അതാണ് ഈ ടോക്സിക് പേഴ്സൺസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് വന്നു ചേരാവുന്ന ഭാഗ്യമെന്ന് നമ്മൾ വിവക്ഷിക്കുന്ന, ഭാഗ്യം എന്ന് സത്യം പറയുന്നത് നമ്മുടെ ഒരു പ്രവൃത്തിയുടെ തുടർച്ചയായുള്ള പ്രവൃത്തിയുടെ റിസൾട്ടാണ് ഇവിടെ ഭാഗ്യം എന്ന് പറയുന്നത്. അതിനെ ഇല്ലാതാക്കി കളയും. നെറ്റ്വർക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വളരെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ആളുകൾ. ഇപ്പൊ ഞാൻ എന്നോട് ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഒരു സുഹൃത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഉടനെ ഏതെങ്കിലും ഒരു ആൾക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കണം. അല്ലാതെ ഇരിക്കപ്പുറതിയില്ല. ഉടനെ ആരെയാണ് വിളിച്ചിട്ട് നിങ്ങൾ വാ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ ഫോണിലൂടെയോ അല്ലാതെയോ പരസ്പരം പരിചയപ്പെടുത്തും. അതെന്റെ ഒരു ജീവിത നിയമമാണ്. അതുപോലെ തന്നെ നോളജ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം. നോളജ് ഷെയർ ചെയ്യണമെന്നാണ് ലോകത്തിന്റെ വളർച്ച തന്നെയാണ്. അപ്പൊ ഒരു ഫ്രണ്ട് എം മോഹൻ എന്ന് പറഞ്ഞ സംവിധായകൻ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് ഇതാണ്. അതൊരു വലിയ റിവാർഡാണ് നമ്മളെ സംബന്ധിച്ച്. മറ്റൊന്ന്, നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുക. സെൽഫ് ലേണിംഗ്, കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. നല്ല പുസ്തകങ്ങൾ, മികച്ച വഴികാട്ടികൾ, ജീവിതാനുഭവങ്ങൾ ഒക്കെ നമ്മുടെ ചിന്താലോകത്തെ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് വളരുകയാണ് ആ ലോകം എന്ന് പറയുന്നത്. അപ്പൊ ദ പവർ ഓഫ് നോളജ്, കൂടുതൽ അറിവും നൈപുണ്യമുള്ള വ്യക്തികൾക്ക് ഒരു സാധാരണക്കാരൻ കാണാൻ കഴിയാത്ത അവസരങ്ങളെ കാണാൻ പറ്റും, വേഗത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അറിവ് വർദ്ധിക്കുമ്പോൾ തീരുമാനങ്ങളെ പിഴവ് കുറയും, ആത്മവിശ്വാസം വർദ്ധിക്കും. ക്ലാരിറ്റി വന്നു കണ്ടോ? ഒരു കാര്യം ചെയ്യുമ്പോൾ ക്ലാരിറ്റി വന്നു കണ്ടോ? അപ്പൊ പെട്ടെന്ന് ആക്ഷൻ എടുക്കും. അതാണ് അടുത്തത്, പെട്ടെന്ന് ആക്ഷൻ എടുക്കും. ലോ ഓഫ് ആക്ഷൻ, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളില്ലേ, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കാത്തത്? ലോ ഓഫ് ആക്ഷൻ ഇല്ല, പ്രവൃത്തിയില്ല. പ്രവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ്. മോട്ടിവേഷൻ തന്നെ ഒരു മിഥ്യയാണ്. മോട്ടിവേഷൻ ഒരു മിഥ്യയായിട്ടാണ് ഞാൻ കാണുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ലോ ഓഫ് ആക്ഷൻ വേണം, എന്നാലേ ലോ ഓഫ് ഹാർവെസ്റ്റ് നടക്കുള്ളൂ. കൊയ്ത്തിന്റെ നിയമം, വിളവെടുക്കണമെങ്കിൽ ആക്ഷൻ വേണ്ടേ? ആ ആക്ഷൻ, പ്രോസസ്, റിസൾട്ട്, മോട്ടിവേഷൻ, ഇതാണ്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ പോകേണ്ടത്. കൺസിസ്റ്റന്റ് ആക്ഷൻ വേണം. കൺസിസ്റ്റന്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ചെറിയ ആക്ഷനുകൾ പുതിയ മനുഷ്യരെ പരിചയപ്പെടാനുള്ള അവസരമൊരുക്കും, പുതിയ ആളുകളെ പരിചയപ്പെടാനുള്ള അവസരമൊരുക്കും, പുതിയ ഭാഗ്യങ്ങൾ, സംഗതികളൊക്കെ വന്നു ചേരുന്നു പറഞ്ഞു. പുതിയ വാതിലുകൾ തുറക്കും. ഒട്ടും പ്രതീക്ഷിക്കാത്ത വലിയ വഴിത്തിരിവുകളിലേക്ക്, ബ്രേക്ക് ത്രൂസ് നിങ്ങളെ നയിക്കും. ഭാഗ്യം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെയാണ് തുണയ്ക്കുക എന്ന് പറയുക. ആക്ടിവിറ്റീസിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന, ചെകുത്താന്റെ പണിപ്പുരയായിട്ടും ഒതുങ്ങിയിരിക്കുന്ന ലേസിനെസ് ഉള്ളവരെ അല്ല ഭാഗ്യം തുണയ്ക്കുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സുകളെ ഭാഗ്യം എപ്പോഴും തുണയ്ക്കും. റീൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റീൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് അവന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയേ ഇല്ല. ബ്രെയിൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആൻഡ് കൊളാപ്സ് ആണ്. അവന് ഓർമ്മശക്തി നിലനിർത്താൻ പറ്റില്ല, ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. 10 കഴിഞ്ഞിട്ട് ആദ്യം കണ്ടത് ഏതാന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പൊ പലപ്പോഴും എനിക്ക് തോന്നുന്നത് യൂട്യൂബ് വരെ അവരുടെ ഷോർട്സിനെ കുറച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കുന്ന നിർത്തി കുറച്ചിട്ട് തോന്നുന്നു അല്ലെ, കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഓഡിയൻസിന് നഷ്ടപ്പെടും. ഇനി ആറാമത്തത്, ഭാഗ്യം വരുന്ന വഴികളിൽ ശ്രദ്ധിക്കേണ്ട ആറാമത്തെ കാര്യം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്തുക. എന്റെ ഏരിയ ഭാഗ്യത്തിന് വളരെയധികം സ്ഥാനമുണ്ട്. ജീവിതത്തിൽ പലർക്കും ലഭിക്കുന്ന വലിയ ലക്കി ബ്രേക്സ് അല്ലെങ്കിൽ ഭാഗ്യ നിമിഷങ്ങൾ പരിശോധിച്ചാൽ നല്ല ആശയവിനിമയ പാഠവും അതിനകത്ത് കാണാം. സമയോചിതമായ ഇടപെടൽ, സമയോചിതമായിട്ടുള്ള സ്കില്ലുകളുടെ സ്വാധീനം, ആളുകളോട് മനോഹരമായി സംസാരിക്കാനുള്ള കഴിവ്, മികച്ച നെറ്റ്വർക്കിംഗ്. അതാണ് യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത് എന്നാ പറയാം. വലിയൊരു സബ്ജക്റ്റാണ്. ഇപ്പൊ നമ്മള് കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററിയിലെ ലെവൽ 2 പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത്. എത്ര പേരുണ്ട് നിങ്ങൾക്ക്? നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർത്ത്, അത് നിങ്ങൾ ആകുമോ എന്ന് തീരുമാനിക്കപ്പെടും. കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള പാഠം, പ്രസന്റേഷൻ സ്കില്ല്, ആദ്യ കാഴ്ചയിൽ തന്നെ ഉണ്ടാക്കുന്ന പോസിറ്റീവ് ഇംപ്രഷൻ, ഫസ്റ്റിൽ തന്നെ ഒരു പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കും. ഇതൊക്കെ വലിയ അവസരങ്ങൾ കൊണ്ടുവരുന്നു. കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി നേടുക എന്നത് ഭാഗ്യം ആകർഷിക്കാനുള്ള ശക്തമായ ആയുധമാണ്. കമ്മ്യൂണിക്കേഷനിൽ മാസ്റ്ററി ചെയ്യുക, കൂടുതൽ ആഴത്തിൽ പഠിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള വാർത്ത എന്ന് വെച്ചാൽ, ഇത് അറിയില്ലാത്ത ആൾക്കാർക്കാണെങ്കിലും സ്കില്ലാണിത്. സ്കില്ലെന്ന് പറഞ്ഞാൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന, അതേസമയം നമ്മുടെ ഒരു കഴിവെന്ന് പറയുന്നത് നമുക്ക് ജന്മന കിട്ടുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി പഠിച്ചെടുക്കാം, സ്കില്ലാണ്. ഇറ്റ്സ് എ സ്കിൽ. ആ സ്കില്ല് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഏഴാമത്തെ ഈ കാര്യം, നന്ദിയുള്ള മനോഭാവം, ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ്. ഭാഗ്യത്തെ കൊണ്ടുവരാൻ നന്ദിയുള്ള, കൃതജ്ഞത എന്ന് പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല ഷാജി.
അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ജീവിതത്തിൽ നിലവിലുള്ള നല്ല കാര്യങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കുക ഉയർന്ന പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നാണ്. ദ ഹയസ്റ്റ് ഫോം ഓഫ് ഹ്യൂമൻ ജനറോസിറ്റി എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം അത് വരുമ്പോൾ അതിന്റെ ഫലം എന്താ? ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ഉള്ളവർ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നവരായിരിക്കും. കൂടുതൽ സന്തോഷം ഉണ്ടാവും, അവർക്ക് എപ്പോഴും കൃതജ്ഞത ഉണ്ടാവും, ചെയ്യുന്നതിനോടൊക്കെ നന്ദി ഉണ്ടാവും, അവരുടെ പ്രാർത്ഥനയിലൊക്കെ റിയൽ നന്ദിയായിരിക്കും. എനിക്ക് ദൈവമേ, എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്തതിന് ഞാൻ അങ്ങോട്ട് കടപ്പെട്ടവനാണ്, നന്ദിയുള്ളവനാണ്, ചെയ്തവരോടുള്ള നന്ദി, അത് റിയൽ ആയിട്ട് പറയുന്നവരായിരിക്കും. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കും, സ്ട്രെസ് കുറയ്ക്കും. അപ്പൊ അവരുടെ ആ മാഗ്നറ്റ് ഇല്ലേ, ആ സെൽഫ് മാഗ്നറ്റ്, അതെല്ലാം കാന്തം നല്ല പവർ ആയിക്കൊണ്ടിരിക്കുക പതുക്കെ പതുക്കെ. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരുന്ന ചെറിയ ഒട്ടും ചാർജ് ഇല്ലാത്ത അതിങ്ങനെ പതുക്കെ ചാർജായി മാഗ്നറ്റ് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വരാനിരിക്കുന്ന അവസരങ്ങളെ പോസിറ്റീവായി കാണാൻ സഹായിക്കുകയും ചെയ്യും. അവസരങ്ങളെ, ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടുപിടിക്കും. എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന മനസ്സിന് മുന്നിൽ വരുന്ന അവസരങ്ങളെയും സംശയത്തോടെ നോക്കിക്കണ്ട് നഷ്ടപ്പെടുത്തും. സംശയത്തോടെ നോക്കുക അവസരങ്ങളെ കാണുന്നത്. ഇത് നടക്കും, ഇത് നടക്കും, ആ അവസരങ്ങൾ പോയി കഴിയുമ്പോഴേ അറിയുള്ളൂ. ലക്ഷ്മിയെ കുറിച്ച് ഉദാഹരണം പറയുന്ന പോലെയാ. ലക്ഷ്മിയെ കുറിച്ചും പിന്നെ നമ്മുടെ വിദ്യയെ കുറിച്ചും. ലക്ഷ്മി വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ വന്നു കഴിഞ്ഞിട്ട് മര്യാദക്ക് നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ, സംരക്ഷിച്ചില്ലെങ്കിൽ ലക്ഷ്മി പോയാൽ പിന്നെ ഒരിക്കലും വരില്ല. ഭാഗ്യം. നന്നായിട്ട് റെസ്പെക്ട് ചെയ്യണം, ശ്രദ്ധിക്കണം, പൂജിക്കണം. വിദ്യ അങ്ങനെയല്ല, ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പോവില്ല, എത്ര അടിച്ചാലും പോവില്ല. അറിവ് അവിടെ കിടക്കും. അതോ ലക്ഷ്മി അത്രത്തോളം ഭാഗ്യത്തെ അത്രത്തോളം ശ്രദ്ധിക്കണമെന്നാണ്. എട്ടാമത്തെ കാര്യം, ഈ മാഗ്നറ്റ് ഉണ്ടല്ലോ, നമ്മളാവുന്ന മാഗ്നറ്റ്, ആ മാഗ്നറ്റിന്റെ ഹെൽത്ത്, ആരോഗ്യത്തെ സംരക്ഷിക്കാനാണ്. വെറുതെ അങ്ങനെ ചെയ്താൽ പോരാ, ആരോഗ്യത്തെ സംരക്ഷിക്കണം എന്നാണ്. അപ്പം ഹെൽത്തി ബോഡി എന്ന് പറഞ്ഞാൽ ഈസിക്കൽ ടു ക്ലിയർ മൈൻഡ് എന്നാണ് ഒരു ആപ്തവാക്യമാണിത്. ശാരീരിക ആരോഗ്യമില്ലെങ്കിൽ മാനസിക ഉന്മേഷം ഉണ്ടാവുകയില്ല. അപ്പൊ ആരോഗ്യത്തിന്റെ പങ്ക് എന്താണ് ഇതിൽ? ഈ ലക്കിയില് ശരീരത്തിൽ ഊർജ്ജമില്ലെങ്കിൽ മുന്നിൽ വരുന്ന വലിയ അവസരങ്ങളെ പോലും കൃത്യമായി വിനിയോഗിക്കാൻ നമുക്ക് കഴിയില്ല. ആരോഗ്യം വേണമല്ലോ. അത് ക്രിയേറ്റിവിറ്റിയും ആത്മവിശ്വാസത്തെയും ബാധിക്കും. ഇപ്പൊ യോഗ, നടത്തം, ധ്യാനം, ഉറക്കം, നല്ല ഉറക്കം, ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരേപോലെ ഒരു ലക്ക് മാഗ്നറ്റ് പോലെ സജീവമാക്കി നിർത്താൻ സഹായിക്കും. അപ്പൊ എക്വിപ്ഡ് ആയിരിക്കും എന്നാണ്. പിന്നെ ഒമ്പതാമത്തത് എന്താണ്? നിങ്ങളൊരു നല്ല ലക്കി ഫാക്ടറായി മാറണമെങ്കിൽ, കണ്ടെത്തണമെങ്കിൽ ഇൻഡ്യൂഷൻ വേണം. ഇൻഡ്യൂഷൻ കേൾക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ചില നിർണായക സാഹചര്യങ്ങൾ നമ്മുടെ ബോധ മനസ്സ് ചില സൂചനകൾ തരും, സട്ടിലായിട്ടുള്ള സിഗ്നൽസ് തരും, ഗട്ട് ഫീലിംഗ് നമുക്ക് തരും. അപ്പൊ അതിനെയാണ് നമ്മൾ ഉൾവിളി അഥവാ ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡ്യൂഷൻ, ഒരു ഉൾവിളി. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ആന്തരികമായ നിശബ്ദത ഉണ്ടാവും. മനസ്സിലെപ്പോഴും ചിന്തകളുടെ ബഹളമാണെങ്കിൽ ഈ ആന്തരിക ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഒരു ഭയങ്കര നോയ്സസിന്റെ അകത്താണ്. ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞത് നോയ്സ് ആൻഡ് സിഗ്നൽസ് എന്ന് പറഞ്ഞത്. ഈ നോയ്സസിനകത്താണ് നമ്മൾ കിടക്കുന്നെങ്കിൽ നമുക്ക് പച്ച വെളിച്ചം കാണാൻ കഴിയില്ല. ഈ ആന്തരിക സമാധാനം, ആന്തരിക നിശബ്ദത നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയില്ല. അപ്പൊ അതിന്റെ ഫലമായിട്ട് തെറ്റായ തീരുമാനങ്ങൾ നമ്മൾ എത്തിപ്പെടാം, തെറ്റായ ആളുകളെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അത് പകരം ധ്യാനത്തിലൂടെ മനസ്സിന് കൈവരുന്ന ശാന്തത, കൂടുതൽ ഉൾക്കാഴ്ച ഉണ്ടാകും. ഈ മാഗ്നറ്റിന് കുറേയും കൂടെ പവർ, എനർജി കൂടും, അതിന് അട്രാക്ഷൻ കൂടും. പത്താമത്തത് എന്താണ്? സഹായിക്കുന്ന മനോഭാവം ഉണ്ടാവുക മറ്റുള്ളവരെ. ദ ലോ ഓഫ് റെസിപ്രോസിറ്റി അത് വളരെ പവർഫുള്ളാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരങ്ങൾ പലപ്പോഴും വരുന്നത് മനുഷ്യബന്ധങ്ങളിലൂടെയാണ്. അങ്ങോട്ട് സഹായിക്കുക. ഗീവിംഗ് ആണ്. നന്മയുടെ ഗുണം നോക്കാം. മറ്റൊരാളോടുള്ള കാരുണ്യവും കൈൻഡ്നസ്, ഉദാര മനസ്കരയും സമൂഹത്തിൽ നിങ്ങൾക്കൊരു നല്ല പേരുണ്ടാക്കി തരും, ഗുഡ് വിൽ ഉണ്ടാക്കി തരും. അവന്റെ നേരെയാണ് ആളുകൾ വെക്കുക, അവന്റെ നേരെയാണ് ആളുകൾ സഹായിക്കാൻ വരിക, അവനെയാണ് വിശ്വസ്തനായിട്ട് കണക്കാക്കുക. അപ്പൊ അവൻ ഭാഗ്യമുണ്ടായെന്ന് പറയും. ഏതാണ് പറയുക? ഇത് ആളുകൾ നിങ്ങളുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്ന് വലിയ പിന്തുണയും സഹായങ്ങളും ഒക്കെ ലഭിക്കാൻ ഇത് കാരണമാവും. നമ്മൾ ഒരിക്കലും അവൻ കൃത്യസമയത്ത് അവന് ദൈവം രക്ഷിച്ചു കേട്ടോ. അവനെ ആ നന്മ ചെയ്തേനെ, ആ നന്മയുടെ ഗുണം കണ്ടു, കൃത്യമായ സമയത്ത് വന്നിട്ട് അവനെ ആളുകളെ സഹായിച്ചു. സതീശൻ CM ആയി, പക്ഷെ ബാക്കിൽ 25 വർഷമുണ്ട്. 25 വർഷമുണ്ട്. ചെറുതൊന്നുമല്ല. ആരും കാണുന്നില്ല. ഉണ്ണാതെ ഉറങ്ങാതെ അല്ലേ 25 വർഷത്തെ വർക്ക്. അതെ. അപ്പൊ അത് വന്ന് ചേരുകയാണ്. ആ ഒടുവിൽ ഈ ഭയം കുറച്ച് ബോൾഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനാണ് പറയുന്നത്. ഫിയർ ഫാക്ടർ കുറച്ചുകൊണ്ട് ബോൾഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. പരാജയപ്പെടുമെന്നോ ഭയം കാരണം റിസ്ക് എടുക്കാൻ മടിക്കുന്നവർക്ക് ജീവിതത്തിൽ ഭാഗ്യം വരില്ല, മാറ്റങ്ങളും വരില്ല. ഭാഗ്യം എപ്പോഴും ഒളിച്ചിരിക്കുന്നത് നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്താണ്. കംഫർട്ട് സോണിന് പുറത്താണ് ഭാഗ്യത്തിന്റെ ഇരിപ്പ്. ഞാൻ പറയാൻ വന്നത്, ഈ
നമുക്കൊരു ഗട്ട് ഫീലിംഗ് വരുവാണല്ലോ. ഇപ്പം നമ്മളൊരു ഒരു 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 ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഒരു ഗട്ട് ഫീലിംഗ് വരുന്നു, ഇതിനകത്തൊരു പ്രശ്നമുണ്ടോ എന്ന് നമുക്കൊരു ഗട്ട് ഫീലിംഗ് തോന്നുന്നു. അതേ സമയത്ത് തന്നെ അങ്ങനെ ഗട്ട് ഫീലിംഗ് വരികയും ചെയ്യുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മൾ ഈ ഗട്ട് ഫീലിംഗ് കൊണ്ട് ഈ അവസരത്തിന് ചിലപ്പം സ്പോയിൽ ചെയ്യുകയാണോ, നമുക്ക് അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അല്ല, അത് തിരിച്ചറിയേണ്ടത് നമ്മുടെ അകത്തുള്ള ഗട്ട് ഫീലിംഗിനെ വിശ്വസിക്കണം. ഉൾവിളിയെ വിശ്വസിക്കണം. ആ ശാന്തത, ആ കയോട്ടിക് ആയിട്ട് സിറ്റുവേഷൻ നമ്മളെ ശാന്തമായിട്ടുള്ള മനസ്സിന്റെ ഇരിക്കുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ഒരു സാധനമായിരിക്കും നമുക്ക് കിട്ടും. നമ്മളിപ്പം 11ാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഭയം കുറച്ച് ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനാണ്. പരാജയപ്പെടുമോ എന്ന ഭയം കാരണം റിസ്ക് എടുക്കാൻ പഠിക്കുന്നവർക്ക് ഒട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കില്ല, ഭാഗ്യം വരില്ല. വസ്തുത എന്തെന്നാൽ ഭാഗ്യം എപ്പോഴും ഒളിച്ചിരിക്കുന്നത് കംഫർട്ട് സോണിന് പുറത്താണ്. അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഭയത്തെ മറികടന്ന് ധീരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് പുതിയ സാധ്യതകൾ തെളിയുന്നത്. അങ്ങനെ ലോകത്ത് ഇന്നോവേഷന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകൾ തന്നെയാണ് അമേരിക്ക കണ്ടുപിടിച്ച അമേരിക്കോ വെസ്പൂജി ആണെങ്കിലും മറ്റ് പർവ്വതാരോഹകരാണെങ്കിലും മറ്റ് സാഹസികരാണെങ്കിലും എല്ലാം നമ്മുടെ കാരണവന്മാരൊക്കെ ഇത്തരത്തിൽ അങ്ങനെ പുറപ്പെട്ടു പോയവരാണ്, സാധ്യതകൾ കണ്ടെത്തിയവരാണ്. അവർ ലക്കി പേഴ്സൺസ്. പിന്നീട് നമ്മൾ ലോകം വാഴ്ത്തിയെങ്കിൽ നേരത്തെ ഈ നമ്മുടെ വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ ഇറങ്ങി കംഫർട്ട് സോണിന് പുറത്ത് ഭാഗ്യം തേടി ഇറങ്ങിയവരാണ്, പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായവരല്ല എന്നാണ്. ഈ 12ാമത്തെ ഒടുവിലത്തെ സ്പിരിച്വൽ അലൈൻമെന്റ് ആണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊരു സ്പിരിച്വൽ അലൈൻമെന്റ് ഉണ്ട്. എന്താണ്? പ്രപഞ്ചത്തിന്റെ നിയമങ്ങളുമായി നമ്മുടെ മനസ്സിനെ പൊരുത്തപ്പെടുത്തുക എന്നാണ് അർത്ഥം. ഈ ഭാഗ്യം അട്രാക്ട് ചെയ്യാൻ കർമ്മഫലം നമ്മൾ പറയില്ലേ, എന്താണ്? പ്രാർത്ഥന, ധ്യാനം, നല്ല ചിന്തകൾ, മറ്റുള്ളവർക്ക് നല്ലത് മാത്രം വരണമെന്ന പോസിറ്റീവായിട്ടുള്ള ഉദ്ദേശശുദ്ധി, നന്മ നിറഞ്ഞ പ്രവൃത്തികൾ, ഇതൊക്കെ ഇങ്ങനത്തെ നന്മ നിറഞ്ഞ പ്രവൃത്തികളും ഒക്കെ കർമ്മ, ഗുഡ് കർമ്മ, ബാഡ് കർമ്മ പ്രാർത്ഥനയാണ്. നല്ല നിറഞ്ഞ വിളിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന അല്ല, നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ഗുഡ് കർമ്മയാണ്. ഇതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള എനർജിയെ പൂർണ്ണമായിട്ടും മാറ്റിക്കളയും. നെഗറ്റീവ് എനർജി കൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും മാറ്റിക്കളയും. അപ്പൊ മനസ്സ് ശാന്തവും ഉന്നതവുമായിട്ടുള്ള തലത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും മികച്ചതായിരിക്കും. അതാണ് നേരത്തെ ഷാജി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ അത് തിരിച്ചറിയാൻ പറ്റുമെന്ന് വെച്ചാൽ, മനസ്സ് ഉന്നതമായിട്ടുള്ള ഒരു നിൽക്കുമ്പോൾ, ഒരു ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് ശാന്തവും ഉന്നതമായ തലത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും മികച്ചതായിരിക്കും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് കർമ്മഫലം. അവന്റെ കർമ്മഫലം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ സൈക്കോളജിക്കലി നോക്കിയാൽ ഒരു യഥാർത്ഥ ഭാഗ്യത്തിന്റെ ഒരു ഫോർമുല പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ്? മനഃശാസ്ത്രപരമായി നോക്കിയാൽ ഭാഗ്യം എന്നത് യാദൃശികമായി സംഭവിക്കുന്ന ഒന്നല്ല. സൈക്കോളജിക്കലി നോക്കിയാൽ പോലും, ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ പോലും ഭാഗ്യം ചിലപ്പോൾ തനിയെ സംഭവിക്കുന്നതല്ല. അത് ചില മനുഷ്യരുടെ അവരുടെ ശീലങ്ങൾ, ചിന്തകൾ, ഉത്തമമായ ബന്ധങ്ങൾ ആണ്, കോണ്ടാക്ട്സ്, അവരുടെ റിലേഷൻഷിപ്പുകൾ, നിരന്തരമായ പ്രവൃത്തികൾ, ലോ ഓഫ് ആക്ഷൻസ് എന്നിവ കൊണ്ട് സ്വന്തം സൃഷ്ടിച്ചെടുക്കാവുന്ന ഒന്നാണ് ഭാഗ്യം എന്നത്. ഇതിൻ്റെ ഒരു ഈ ചേട്ടൻ പറഞ്ഞ 12 പോയിന്റുകൾ സംശീകരിച്ചുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ പറയും. ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ പറയാം. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി A+ ഫുൾ നേടുന്നു, അല്ലെങ്കിൽ 9 A+ നേടുന്നു. +2 പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് മേടിക്കുന്നു, അല്ലെങ്കിൽ ഫുൾ A+ നേടുന്നു, അല്ലെങ്കിൽ ഒരാൾക്കൊരു IAS കിട്ടുന്നു. ഇവരുടെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഇവർ LKG തൊട്ട് ഇവർ നിരന്തരമായി ഒരു സ്ട്രക്ചേർഡ് പരിപാടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് 10ാം ക്ലാസ് വരെ. നേരത്തെ പറഞ്ഞ് രാവിലെ എണീക്കുന്നു, കൃത്യമായിട്ട് എണീക്കുന്നുണ്ട്, കൃത്യമായ സമയത്ത് ഉറങ്ങുന്നുണ്ട്, കൃത്യമായി ഒരു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. അതിന്റെ എല്ലാ റിസൾട്ടാണ് ഈ 10ാം ക്ലാസ്സിൽ ഇവർക്ക് കിട്ടുന്നത്. അത് തന്നെയാണ് +2ലും കിട്ടുന്നത്. ഈ +2 കഴിഞ്ഞിട്ട് പലർക്കും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. കണ്ടിന്യൂ ചെയ്ത് പോകുന്നവർക്ക് വീണ്ടും ഭാഗ്യം വേറെ രീതിയിൽ വരും. പക്ഷെ ജനം എന്താ പറയുന്നത്? ആ പയ്യനെ ഫുൾ A+ കിട്ടി, അവൻ ഭയങ്കര ലക്കിയാണ്. ഈ ലക്കിന് വേണ്ടിയിട്ട് അവൻ സമർപ്പിച്ച അവന്റെ ജീവിതം. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, A+ കിട്ടുന്ന എണ്ണമുള്ള ആൾക്കാർ, ലക്കുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ പിന്നിൽ എങ്ങനെയാണ് ലക്ക് വന്നു ചേർന്നത്? ഈ ഫാക്ടേഴ്സ് അല്ലേ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ ഫാക്ടേഴ്സ് ഉള്ളവരിലാണ് ലക്ക് വന്ന് ചേരുക. A+ എന്ന് പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ എത്തിയത് ലോ ഓഫ് ആക്ഷനിലൂടെ. ഈ മൾട്ടിപ്പിൾ ആക്ഷൻ അവർ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് 3650 ദിവസത്തിൽ കൂടുതൽ. അതാണ്, അത് ചെയ്യുന്നതിലാണ് കൂടുതൽ ഭാഗ്യം വരിക. എത്രമാത്രം അത് കൂടുതൽ ചെയ്യുന്നു അത്രമാത്രം ഭാഗ്യം എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ആക്ഷൻ, പ്രോസസ്, റിസൾട്ട്, മോട്ടിവേഷൻ. ഈ മോട്ടിവേഷൻ പിന്നെ ഇന്ധനമാണ്. ഈ മോട്ടിവേഷൻ ആകുന്ന ട്രെയിനിനെ
നമ്മൾ ഈ മോട്ടിവേഷൻ കൊണ്ട് അതിൻ്റെ എനർജി ഇട്ടിട്ട് ഇന്ധനം വെച്ചിട്ട് അത് മുന്നോട്ട് നയിക്കും. അതിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. വീണ്ടും ആക്ഷൻ, പ്രോസസ്, റിസൾട്ട്, മോട്ടിവേഷൻ, കുറച്ചുകൂടി സ്പീഡ് കൂടി. വീണ്ടും ആക്ഷൻ, പ്രോസസ്, റിസൾട്ട്, മോട്ടിവേഷൻ, സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അതങ്ങനെ പാഞ്ഞു പോകും. ആ സ്പീഡിലാണ്, ആ എഞ്ചിൻ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ഷൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല, റിസൾട്ട് ഇല്ല. വീണ്ടും പുതിയൊരു എപ്പിസോഡിൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമസ്കാരം.